ഡെയിലി യൂസിന് പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോട്ടൺ 3 പീസ് സെറ്റാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് ഷോപ്പ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഷോപ്പില്ല കേട്ടോ, വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണോ വേണ്ടത് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യണം. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല, പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കാണാം. XL, XXL, 3XL സൈസിലാണ് ഇന്നത്തെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്, കോട്ടൺ മിക്സ് ആണ്. നമ്മൾ പ്യുവർ കോട്ടണിൽ വരുന്ന ഐറ്റംസ് അല്ല, കോട്ടൺ മിക്സ് ഉണ്ടാവുമല്ലോ ഡെയിലി യൂസിന് പറ്റിയത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടൺ 3 പീസ് സെറ്റാണ് കേട്ടോ. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. XL ഉണ്ട്, XXL ഉണ്ട്, 3XL ഉണ്ട്. അതിൽ XL മീഡിയം ലാർജ് സൈസുകാർക്കൊക്കെ എടുക്കാം. ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു XXL 3XL കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് 3XL എടുത്തോളൂ. അതിനർത്ഥം XXL കറക്റ്റ് അല്ല എന്നല്ല കേട്ടോ. ഇന്നലത്തെ കംപ്ലീറ്റ് XXL എടുക്കുന്ന ആളുകളടക്കം 3XL വന്നിട്ട് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ 3XL പെട്ടെന്ന് തീർന്നു പോയി. മസ്ലിൻ സെറ്റുകളൊക്കെ XXL ഇപ്പോഴും ബാക്കി കിടക്കുന്നു. കറക്റ്റ് XXLൻ്റെ സൈസ് ഉണ്ടത്. പക്ഷെ നമ്മളിത് പറയുന്നത് ചിലർ ബാക്ക് സൈസോ ഫ്രണ്ട് സൈസോ ഒക്കെ കുറച്ച് അധികമുള്ള ആളുകളുണ്ടാവും. അവർക്ക് ചിലപ്പോൾ 3XL ആയിരിക്കും കറക്റ്റ് ആവുക. ചിലരൊക്കെ ആദ്യമായിട്ട് ഓൺലൈനിൽ നിന്ന് എടുക്കുന്നവരുണ്ട്. അവർക്കപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ കാണാതെ എടുക്കുകയാണല്ലോ, അപ്പോൾ ഒരു സൈസ് അധികം എടുത്താൽ മതി. അല്ലാത്ത ആളുകൾ സ്ഥിരമായിട്ട് നിങ്ങൾ എടുക്കുന്ന കറക്റ്റ് സൈസ് എടുത്താൽ ഇതൊക്കെ കറക്റ്റാണ്. പിന്നെ പ്യുവർ കോട്ടനും ഒക്കെ ആകുമ്പോൾ ജയ്പൂർ കോട്ടണിൽ വരുന്ന ഐറ്റംസുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു സൈസ് അധികം എടുത്താൽ നന്നായിരിക്കും. പക്ഷെ ഇതൊക്കെ കോട്ടൺ മിക്സ് ആയ ഐറ്റംസാണ്. അപ്പോൾ സെയിം സൈസ് തന്നെ ഉണ്ടാവും. പിന്നെ ചുരുങ്ങൂല, വാഷ് ചെയ്താലൊന്നും ചുരുങ്ങാത്ത ക്ലോത്താണല്ലോ. അപ്പോൾ XL എടുക്കുന്നവർ XL തന്നെ എടുത്തോളൂ. മീഡിയം ലാർജ് സൈസുകാർ XL എടുത്താൽ ജസ്റ്റ് ഷേപ്പാക്കി കൊടുത്താൽ മതിയാവും. അതുപോലത്തെ മസ്ലിൻ സെറ്റുകൾ വേണ്ടവരുണ്ടെങ്കിൽ XLനും XXLനും കുറച്ചുകൂടി പീസ് ബാക്കി വരുന്നുണ്ട്. വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ ലിങ്ക് വിട്ട് തരാം കേട്ടോ. ഇങ്ങനെയാണ് ഈ ഷാൾ വരുന്നത്. നെക്സ്റ്റ് കളർ കാണാം. നേവി ബ്ലൂ കളറാണ് ഈ കാണിക്കുന്നത്. നല്ല കരിനീല കളറാണ്. നമുക്ക് ഡെയിലി ഓഫീസ് വെയറിനൊക്കെ പോകുന്ന ആളുകളാണെങ്കിലും ഇനിയിപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും പറ്റുന്നതാണ് കേട്ടോ. ഒരുപാട് പേര് ഇതൊക്കെ തന്നെ പുറത്തേക്ക് പോകുന്ന പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. സാധാരണക്കാർക്കൊക്കെ ഇതൊക്കെ തന്നെ പാർട്ടി വെയർ ആയിരിക്കും. ഇന്നലെ നമ്മൾ മസ്ലിനും ജയ്പൂർ കോട്ടണിൽ വന്ന വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നു. ഒരുപാട് പേര് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാണിക്കാമെന്ന് കരുതി കേട്ടോ. നെക്സ്റ്റ് കളർ കാണാം. 10 സെറ്റാണ് ഉണ്ടാവുക. 10 മോഡലാണ്, 10 പ്രിൻ്റാണ്. നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്നൊരു കളർ തന്നെയാണ്. എല്ലാം വീഡിയോയിൽ കാണുന്ന കളറായിരിക്കും സെയിം. ഫോട്ടോ ആയിട്ട് ഇട്ട് വരുമ്പോഴാണ് ഡിഫറൻറ്റ് വരിക കേട്ടോ. വീഡിയോയിലേക്കാളൊന്നും ചിലപ്പോൾ ഒന്നും കൂടി ഭംഗി കിട്ടും വീഡിയോക്കാളും. ചിലപ്പം കളർ ഒന്നും കൂടി അധികമായിരിക്കും, ചിലപ്പം കളർ ഒന്നും കൂടി കുറവായിരിക്കും ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഫോട്ടോ ചോദിച്ച് നമ്മൾ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറൻറ്റ് വരുന്നുണ്ട് ഫോട്ടോയിൽ. നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഷോള്. നെക്സ്റ്റ് കളർ കാണാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് എടുത്ത് വെക്കുക. പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക കേട്ടോ. അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് വേണം. നിങ്ങളുടെ സൈസൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് എടുക്കുക.
ഇത് ഡാമേജ് കേസിന് മാത്രമാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത്. അത് ഡാമേജ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. എന്തെങ്കിലും മേ ബി നമ്മൾ 1-2 പ്രൊഡക്റ്റ് അല്ലല്ലോ വിടുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ വല്ലതും ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചാൽ മാത്രം മതി. അപ്പോൾ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവും. അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ എടുക്കുക കേട്ടോ. നെക്സ്റ്റ് കാണാം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് എപ്പോഴാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എൻക്വയറി ചെയ്ത് കൺഫേം ആക്കിയിട്ട് അഡ്രസ്സ് വിട്ടു തരാം കേട്ടോ. വെറുതെ എല്ലാം കഴിഞ്ഞ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ വിട്ടുന്നിട്ട് പറയാം അത് അവിടെ മാറ്റി വെക്കിട്ടോ, രാത്രിക്ക് പേയ്മെൻറ്റ് ചെയ്യില്ല, നാളെ പേയ്മെൻറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് ചെയ്യണ്ട. നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, കാരണം എല്ലാ കസ്റ്റമറും ഒരുപോലെ അല്ല. ചിലർ അതുപോലെ പേയ്മെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ചിലരെ പിന്നെ ആ വഴിക്കേ കാണുമല്ലോ. പക്ഷേ നമുക്കത് അങ്ങനെ ആ ഒരു ഇതിൻ്റെ പേരിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്നത് വെച്ചാൽ അപ്പോൾ ഒന്ന് എൻക്വയറി ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ബ്ലാക്ക് കളറാണ്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. ബോട്ടം വരുന്നത് എങ്ങനെയാണ്? ഇനി ഷോള് കാണാം. ബോട്ടത്തിൻ്റെ ടോപ്പിൻ്റെയും കൂടി പ്രിൻറ്റ് മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കളർ കാണാം. നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. ഷോള് നിവർത്തി കാണിക്കാം. എല്ലാതും ഇങ്ങനെ നിവർത്തി കാണിക്കുന്നത് നിങ്ങൾ വീണ്ടും ഫോട്ടോ ചോദിച്ചും കാണിച്ചും വരേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. എടുക്കുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാണുകയും ചെയ്യാമല്ലോ. കാരണം ഫോട്ടോ വിട്ട് തന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ ഉറപ്പിച്ചെടുക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തന്നെ എടുത്താൽ മതി കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. ഒരു ആഷ്, ഒരു വെണ്ണൂറ് കളറൊക്കെ പോലത്തെ. ഒരുപാട് സ്റ്റോക്കുകളില്ല, ലിമിറ്റഡ് സ്റ്റോക്കുകളാണ്. പെട്ടെന്ന് ഓർഡർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. ലാസ്റ്റ് വണ്ണാണ്. നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. അല്ലേ? പിന്നെ കോൾ ചെയ്യാതെ ഇരിക്കാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഫോണിനെ നോക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് കോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.